ഏത് നമ്പർ ഇട്ട് നോക്കിയാലും രക്ഷയില്ല. 4 പതിറ്റാണ്ട് കാലമായി പറഞ്ഞു നടന്നിരുന്ന രാമക്ഷേത്രമാണെങ്കിൽ പണി കഴിപ്പിച്ചു പ്രതീക്ഷയും നടന്നു കഴിഞ്ഞു. അതോടെ തെരഞ്ഞെടുപ്പിൽ പറയാൻ വിഷയമില്ലാതെ ആയതോടെ BJP സഖ്യം രാജ്യത്ത് ഭരണം നഷ്ടപ്പെടുമെന്ന ഒരു സ്ഥിതിയിലാണ്. അധികാരത്തിൽ വരില്ല എന്നുള്ള സർവേകൾ പുറത്തു വന്നത് വലിയ ആശങ്കയിലേക്കാണ് BJPയെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ പുതിയൊരു ക്ഷേത്ര നിർമ്മാണത്തിനൊരുങ്ങുകയാണ് BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാറിലെ സീതാമണ്ഡിയിൽ സീതക്കായി പ്രത്യേക ക്ഷേത്രം പണിയുമെന്നൊരു പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്ത് വന്നത് ഗത്യന്തരമില്ലാതെയാണ്. ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണ് അമിത്ഷാ ഇത് പറയുന്നത് തന്നെ. വോട്ട് ബാങ്കിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കയും തങ്ങൾക്കില്ല എന്ന് വ്യക്തമാക്കിയാണ് അമിത്ഷാ ഇത് പറഞ്ഞു തുടങ്ങിയത്. സീതയ്ക്കായി ക്ഷേത്രം പണിയുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം തന്നെ അതാണ്. അപ്പോൾ തന്നെ വ്യക്തമാണ് ആ ഭയത്തിൻ്റെ ആഴം. BJP വോട്ട് ബാങ്കിനെ കുറിച്ച് ആശങ്കാകുലരല്ല തങ്ങൾ. മോദി അയോധ്യയിൽ രാംലല്ലയുടെ ക്ഷേത്രം പണികഴിപ്പിച്ചു. ഇനി ബാക്കിയുള്ളത് സീതാദേവിയുടെ ഓർമ്മക്കായുള്ള മന്ദിരമാണ്. രാമക്ഷേത്രത്തിൽ നിന്ന് മാറി നിന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി അമിത്ഷാ പറയുന്നു. സീതയുടെ ജീവിതം പോലെ മാതൃകാപരമായ ഒരു ക്ഷേത്രം പണിയാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയും BJPയുമാണെന്നും അമിത്ഷാ പറഞ്ഞു വെക്കുകയാണ്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട രാജാവിന് വേണ്ടി മന്ത്രിയുടെ ഒരപേക്ഷയാണിത്. രാഷ്ട്രീയ ചാണക്യൻ എന്നൊക്കെ വിളിച്ചിരുന്ന അമിത്ഷായുടെ അവസാനത്തെ നിലവിളി കൂടിയാണ് ഇതെന്ന് പറയേണ്ടി വരും. സീതാമണ്ഡിക്ക് സമീപത്ത് നിന്നാണ് ജനകരാജാവിന് സീതയെ ലഭിച്ചത് എന്ന് കരുതപ്പെടുന്നു എന്നും പറഞ്ഞ് കരയുന്ന അമിത്ഷാ മുന്നിൽ കാണുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ 5ാം ഘട്ടമായ മെയ് 20-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീതാമണ്ഡിയിലെങ്കിലും ഒന്ന് ജയിച്ചു കയറാം എന്ന ഉദ്ദേശം തന്നെയാണ്. പക്ഷേ ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള BJPയുടെ 15-ലേറെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത 200-ലേറെ യോഗങ്ങളിൽ ഒന്നിൽ പോലും അവർ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ രാജ്യത്തെ 80% വരുന്ന ഹൈന്ദവരുടെ ആരാധനാ പുരുഷനായ രാമനെ അപമാനിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തതെന്നുള്ള ഒരു അഭിപ്രായവും ഹൈന്ദവർക്ക് വന്നിട്ടുണ്ട്. ഭഗവാൻ രാമനെ ഞാൻ കൊണ്ടുവന്ന് കുടിയിരുത്തിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന നരേന്ദ്രമോദി രാമനേക്കാളും വലിയ ദൈവമായി സ്വയം പ്രഖ്യാപിച്ചത് ഹൈന്ദവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുമാത്രമല്ല, രാമനെ രാഷ്ട്രീയ ആയുധമായി കൊണ്ടു നടക്കുന്നൊരു ഏർപ്പാടും അയോധ്യയിൽ കണ്ടതോടെ ജനങ്ങൾ അതും തിരിച്ചറിഞ്ഞു. അതിൽ പണി പാളും എന്നുറപ്പിക്കുന്നതോടെയാണ് പ്രസംഗത്തിൽ പോലും ആ വിഷയം പറയാതെ BJP നേതാക്കൾ മാറി നിന്നത്. പക്ഷേ എല്ലാം കൈവിട്ടപ്പോൾ ഒരവസാന പ്രയോഗമായിട്ടാണ് ഇപ്പോൾ സീതാദേവിക്ക് വേണ്ടി ക്ഷേത്രമെന്ന കാര്യം അമിത്ഷാ പറയുന്നത്. ഏതായാലും ഒന്നും പറയാനില്ലാത്ത BJPക്ക് ഇതെങ്കിലും ഒരാശ്വാസമായി കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനങ്ങൾക്ക് അവരുടെ മതത്തിൽ വിശ്വസിക്കാൻ ആരുടെയും അനുവാദം വേണ്ട എന്നുള്ളതിൻ്റെ സൂചന കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതിൽ സംശയമില്ല.